എങ്കിൽ ഒരു വായ്പയ്ക്കായി പോയ പാവപ്പെട്ട ഒരു കർഷകൻ അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിച്ചതൊന്ന് ചോദ്യം ചെയ്തപ്പോൾ ബാങ്ക് മാനേജറുടെ ഹുങ്കിന്റെ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ഇതാണ് ഒരു മാനേജർ പറയുന്ന മര്യാദ. ഇങ്ങനെ പല മര്യാദകൾ പറഞ്ഞു. കേരളത്തിൽ പല മനുഷ്യർക്കും ഉണ്ടായിട്ടുള്ള ദുരനുഭവമായിരിക്കും. കാര്യം ബാങ്കുകൾ എന്നാൽ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ഇരിക്കുന്നതല്ലല്ലോ. കണ്ണൂർ ചന്ദനക്കാംപാറയിലെ കാനറ ബാങ്കിലാണ് പാവപ്പെട്ട ഒരു കർഷകൻ വായ്പയ്ക്ക് ചെന്നത്. വായ്പയ്ക്ക് ചെന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുമ്പോൾ ഗതികെട്ട് കർഷകനായിട്ടുള്ള ഒരു വ്യക്തിക്ക് അർഹതപ്പെട്ട വായ്പ കൊടുക്കാതെ ഓരോ മുട്ടാപ്പോക്കുകൾ പറഞ്ഞപ്പോൾ ചോദ്യം ചെയ്തപ്പോൾ മാനേജർ തമ്പ്രാന്റെ ആ ഹുങ്കൊന്ന് കാണണം, മിണ്ടാതിരിക്കണം, മിണ്ടിപ്പോകരുത് എന്നൊക്കെ കൽപ്പിക്കുന്ന ആ ശൈലി കാണുമ്പോൾ നമ്മുടെ മുന്നിൽ വിനീതന്മാരായിട്ടിരിക്കുന്ന ബാങ്ക് ഉദ്യോഗസ്ഥരിലെ ചില തമ്പ്രാൻ മനോഭാവക്കാർ എന്താണെന്ന് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട്. ഞങ്ങളെ പോലെ ഉള്ളവരുകൊണ്ടാണ് മാനേജർ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ഇന്നലെ വിളിച്ചിട്ട് ഞാൻ മരിച്ചെടുത്ത് നിൽക്കുമ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ഇവിടെ ഇന്ന് വന്നിട്ട് ലോൺ എടുക്കണം ഇതുവരെ പറഞ്ഞോ? ലോൺ എടുക്കാൻ പറ്റില്ല. ആരോടും വിടാതിരിക്കാണ്. ഇതാണ് ഒരു മാനേജർ പറയുന്ന മര്യാദ. ഇങ്ങനെ പല മര്യാദകൾ പറഞ്ഞു. എന്താ വിളിക്കും പോലീസിനെ. എത്ര കാലം ബാങ്കിൽ വരുന്നു? നിങ്ങൾ ഇന്ന് ഇവിടെ ഇത്ര നേരം വന്നിട്ട് ലോൺ വേണമെന്ന് പറഞ്ഞോ? ഏറ്റവും അവസാനം നിങ്ങൾ എന്താ പറഞ്ഞേ? അക്കൗണ്ട് ക്ലോസ് ചെയ്യണം, അതിന്റെ പണിയെടുക്കും. ക്ലോസ് ചെയ്തു. ക്ലോസ് ആണ് അക്കൗണ്ട്. ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നില്ല. ഇയാൾ വന്നിൽ കൃഷി ചെയ്ത് വന്നു നോക്കും. പല മാനേജർമാരുടെ അടുത്തും പുള്ളിക്ക് മലയാളം ശരിക്കറിയില്ല. എന്ത് മര്യാദ കൂടിയാ പെരുമാറുന്നത്? എന്നെ മര്യാദ പഠിപ്പിക്കണ്ട. പിന്നെ എടോ, ഞാൻ അങ്ങനെയാണ് എത്ര പേർക്ക് അല്ലാത്തവരുടെ കൃഷി ചെയ്യാതെ കൊടുത്തതായിരുന്നു കാര്യം. താൻ കൃഷി ചെയ്യാതെ എത്ര പേർക്ക് ഇവിടുന്ന് തന്റെ സൗകര്യത്തിന് തന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്താണ്. ഇവിടെയല്ല പറഞ്ഞത്. ഇവിടെ ജനങ്ങളുള്ള താൻ ഇവിടെ ഇരിക്കണേ. എന്നെ തല്ലണോ? എന്നെ തല്ലണോ? പിടിച്ചു കൊണ്ടോട്. ഇവിടെ ബാങ്ക് ജനങ്ങൾക്കുള്ള ഞങ്ങളെപ്പോലെ ഉള്ളതുകൊണ്ടാ ഇയാൾ ഈ അക്ഷരമുണ്ട് മേലിഞ്ഞി കൊണ്ടോ. എന്താണ് ചോദിച്ചത്? പോയിക്കൊള്ളണം. എന്റെ ചോദ്യം കൊണ്ടുപോയിക്കോ. കാര്യം നടക്കണമെങ്കിൽ എനിക്കും വിദ്യാഭ്യാസം പിടിച്ചു കൊണ്ടുപോയിക്കോ. മേലെ നീ കയറ്. മേളിൽ കയറുന്നു. എടാ എങ്കിലും എന്നെ ഇവിടെ ഇത്ര നാൾ എന്നെ കയറ്റി വരുന്നതാ. എത്ര വട്ടം കയറ്റി ഞാൻ വിളിക്കാതെ അങ്ങനെയൊന്നല്ല. ഇനി പഠിപ്പിക്കണ്ട. നമുക്കിത് ആ കൊച്ചൊക്കെ എന്നെ അറിയുന്ന ഞങ്ങളൊരു നാട്ടുകാരാ. ഇവിടെ പല നാട്ടുകാരുള്ളതായി മിനിയാൻ തന്നെ ആശീർവദിച്ചു വിടാ. തനിക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്, നല്ല ഓർമ്മയുണ്ട്. പോയിക്കൊള്ളോ. ലോൺ തരികയല്ല, കൃഷിക്ക് ഇവിടെ കുറെ എന്റെ നാട്ടുകാരാണ്. നിങ്ങളെ കാര്യം നടക്കണ ഇവനെ കൊണ്ടുപോയിക്കോ. മേലെ ഇവൻ കയറാൻ പാടില്ല ഇങ്ങോട്ട്. പുഷ്പയും ബാങ്ക് കയറാന്ന് പറയാ. ഇവന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പോലാണ്. മനസ്സിലാവാ? കണ്ടല്ലോ, ആ മനുഷ്യൻ എന്തുകൊണ്ട് അങ്ങനെ പ്രതികരിച്ചു എന്ന് പറഞ്ഞാൽ അയാളുടെ സംസാരം കാണുമ്പോൾ അറിയാം സാധാരണക്കാരനാണ്, കർഷകനാണ്. അയാൾ പറയുന്നുണ്ട്, പലർക്കും നിങ്ങൾ കർഷകരല്ലാത്തവർക്ക് ഈ ബാങ്കിൽ നിന്ന് വായ്പ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവർ പാവങ്ങളായതുകൊണ്ട് അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ തൊലി കറുത്തിരിക്കുന്നു. അപ്പോ പരമാവധി എന്ത് ചെയ്യുക? വായ്പയൊന്നും കൊടുക്കാതെ കുറച്ച് ബുദ്ധിമുട്ടിച്ച് കഷ്ടപ്പെടുത്തി അവൻ നടന്ന് മടുത്ത് പൊയ്ക്കൊള്ളണം.
അതാണ് ഉള്ളിലിരിപ്പ്. പക്ഷെ ബുദ്ധിമുട്ടിച്ചപ്പോ ചോദ്യം ചോദിച്ചപ്പോ ആ ബാങ്ക് മാനേജർ എന്ന തമ്പ്രാന്റെ ഉള്ളിലെ മാടമ്പി ഇങ്ങ് പുറത്തേക്ക് വന്ന് നോക്കിയേ. മിണ്ടിപ്പോകരുത് പോലും. ആരാണ് ഇയാൾ? ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഈ നാട്ടിൽ എല്ലാവരോടും ബാങ്ക് മാനേജർ ഇങ്ങനെ പെരുമാറും. ആ ബാങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ പ്രദേശത്തെ ഏതെങ്കിലും സമ്പന്നൻ വരികയാണ്, കുനിഞ്ഞ് മുട്ടുകാലിൽ നിൽക്കും. പക്ഷേ ഇത് പാവപ്പെട്ടവനായതുകൊണ്ടും നമ്മുടെ കാഴ്ചയിൽ ഇവൻ ഗതിയില്ലാത്തവൻ എന്നുള്ള മനോഭാവത്തിൽ അയാളോട് പെരുമാറുന്ന ശൈലി ഒരു ബാങ്ക് മാനേജർക്ക് ചേർന്നതാണ്. ഏത് ബാങ്കിലെ ആയിക്കട്ടെ, സാധാരണക്കാരെ അവിടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചെന്നാൽ അവരോട് പരമ പുച്ഛമാണ്. ബിസിനസ്സുകാരും സമ്പന്നരൊക്കെ വന്ന മാനേജറുടെ റൂമിൽ കസേരയിട്ട് AC-യിൽ ഇരുത്തി ചായയും കൊടുത്ത് ബാക്കിയുള്ള എല്ലാ പേപ്പർ വർക്ക്സും മാനേജർ തന്നെ ചെയ്തു കൊടുക്കും. പക്ഷെ ഇത് പാവങ്ങളല്ലേ, കർഷകനല്ലേ. ആ കർഷകൻ കൃഷി ചെയ്യുന്നതാണ് യവനൊക്കെ 3 നേരം ബാങ്കിനകത്തിരുന്ന് ഞണ്ണുന്നത് എന്നുള്ള റിയാലിറ്റി മറന്നു പോകുന്നുണ്ട്. അവരെ കാണുമ്പോൾ പുച്ഛമാണ്. അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ വലിയ പാടാണ്. അവർ കൃഷി ചെയ്താലേ നാളെ ഈ പറയുന്ന മനുഷ്യർക്കൊക്കെ വല്ലതും ഞണ്ണാൻ പറ്റുള്ളൂ. ഇങ്ങനെ സമൂഹത്തിന്റെ ഇടയിൽ ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്ന മനുഷ്യരെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു വായ്പയ്ക്ക് വന്നാൽ അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അല്ലാതെ അവരെ കാണാത്ത ഭാവത്തിന് ഇരിക്കുക, ഏതെങ്കിലും കാര്യം ചെന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഒഴിവാക്കുക, ആവശ്യമില്ലാത്ത നൂലാമാലകളിൽ പെടുത്തി അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഡോക്യുമെന്റ്സ് ചോദിച്ച് നടത്തിക്കുക തുടങ്ങിയ കലാപരിപാടികളിൽ പെട്ട് അവർ പണ്ടാരമടങ്ങി ചിലർ ജീവനൊടുക്കിയ ചരിത്രം വരെയുണ്ട്. അതുപോലെയാണ് മനുഷ്യൻ വലിയ പ്രതീക്ഷയിലാണ് ഒരു വായ്പയ്ക്ക് ചെല്ലുന്നത്. അതിന് വേണ്ട ഈടെന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിയിട്ട് അവരെ സഹായിക്കുക എന്നല്ല, ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ അവഗണന കാണിക്കുന്നത്. ആ അവഗണനയിൽ വിഷമം തോന്നി അയാൾ ചോദ്യം ചോദിച്ചെന്നേ. ആ ചോദ്യം ചോദിച്ചപ്പോ എന്താണ് മാനേജർ എന്ന് പറയുന്നവന്റെ യഥാർത്ഥ സ്വഭാവ ഗുണം പുറത്തേക്ക് ചാടിയത്. ഇതൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ക്യാബിനകത്ത് കയറി വിനീതനായിട്ടൊക്കെ ഇങ്ങനെ അഭിനയിച്ചിരിക്കുന്നത്. ഇത് നാട് കാണേണ്ടതാണ്. പല മനുഷ്യർക്കും ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. ഇമാതിരി മാടമ്പിത്തരങ്ങളൊന്നും ഒരു ബാങ്ക് മാനേജറും അവിടെ വരുന്നവരോട് കാണിക്കേണ്ടതില്ല. അവർ പറയുന്ന കാര്യങ്ങളിൽ ന്യായമുണ്ടെങ്കിൽ ആ കാര്യത്തിന് വേണം നിങ്ങൾ അഡ്രസ് ചെയ്യാൻ. അല്ലാതെ മിണ്ടാതിരുന്നോളണം, വാ തുറക്കരുത്, പുറത്തേക്കിറങ്ങി അടിക്കാനോങ്ങുന്നു, നീ മിണ്ടിപ്പോകരുതെന്നൊക്കെ കൽപ്പിക്കാൻ ഇത് പഴയ നാട്ടുരാജ്യങ്ങളൊന്നും അല്ല സാറേ എന്ന് മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ. ഇത്തരം ആൾക്കാരെയൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ചോദ്യം ചെയ്യണം. മര്യാദയ്ക്ക് ഞങ്ങളുടെ ശമ്പളത്തിന് നികുതിപ്പണം വാങ്ങി നക്കുന്ന നിങ്ങളൊക്കെ മര്യാദയ്ക്ക് ഞങ്ങൾക്ക് സേവനം ചെയ്തു തന്നാൽ മതി, ഞങ്ങളുടെ തലയിൽ കയറാൻ വരണ്ട എന്ന രീതിയിൽ മറുപടി പറയാൻ ഈ നാട്ടിലെ പൊതുജനങ്ങൾക്ക് കെൽപ്പുണ്ടാകണം. ആ പാവപ്പെട്ട മനുഷ്യൻ പ്രതീക്ഷയോടെ വന്നതിന് ശേഷം ഇന്നും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചപ്പോൾ അയാൾ പ്രതികരിച്ചു. അത് ആരോ ഫോണിൽ റെക്കോർഡ് ചെയ്തു പുറത്തേക്ക് വന്നു, നാട്ടുകാരറിഞ്ഞു. ഇതൊക്കെയാണ് കേരളത്തിലെ പല നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നടക്കുന്നത്. ഒരു കാരണവശാലും സാധാരണക്കാരന് ഒരു വായ്പ കൊടുക്കാതിരിക്കാൻ വേണ്ടി എന്തോരം അവനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അതെല്ലാം ബുദ്ധിമുട്ടിക്കും. ഇതുപോലുള്ള ചില പാവങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഈ ക്യാമറ വീഡിയോ വന്നില്ലെങ്കിൽ അവിടെ വളഞ്ഞിട്ടടിച്ച് ഒടുവിൽ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ച് ബാങ്കിനകത്ത് കയറി അതിക്രമം കാണിച്ചു എന്നൊരു കേസ് കൂടി എടുപ്പിക്കും. ഇതൊക്കെയാണ് പാവപ്പെട്ടവൻ ഒരു വായ്പയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇന്നും ചില ബാങ്കുകളിൽ നേരിടുന്ന ദുരവസ്ഥയെന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരികയാണ്.